ക്യാമറയൊന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട, കുറേ ആളുകൾ സദസ്സിലും ഇരിക്കണം. എന്നാൽ ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക, മന്ത്രിമാരിൽ പലരും ഇവിടെ ഇരിക്കുക. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ? ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക. ഇതൊക്കെ അല്പത്തരമല്ലേ? അല്പത്തരം. എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇത് മലയാളി പൊറുക്കില്ല. മലയാളി പൊറുക്കുന്ന നിലപാട്. ഇത് ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJPയും എടുക്കുന്ന സമീപനം എന്താണുള്ളതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യും, എന്ത് അല്പത്തരം ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.